ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ഇവിടെ പ്രമോദ് കോട്ടുളിക്കെതിരെ ഇത്തരത്തിൽ പാർട്ടി തല നടപടിയിൽ മാത്രം ഒതുക്കുകയാണ്. PSC കോഴ ആരോപണം ഉയർന്നപ്പോൾ ജില്ലാ കമ്മിറ്റി ആദ്യം നിഷേധിക്കുകയുണ്ടായി. അങ്ങനെ ഒരു പരാതി തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് സംസ്ഥാന കമ്മിറ്റി നിഷേധിക്കുകയുണ്ടായി. തുടർന്ന് ഇത് മാധ്യമങ്ങൾ തെളിവുകൾ സഹിതം പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചപ്പോൾ മാത്രമാണ് ഇതിന്മേൽ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു യോഗം നടത്താൻ തയ്യാറായത്. അപ്പോഴും ഇത് ഒരു രഹസ്യ അജണ്ട തന്നെയാണ്. ഇതിന്മേൽ എന്നുള്ളത് പറയുന്നതേയില്ല. ഏറ്റവും ഒടുവിലായി പ്രമോദ് കോട്ടുളിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമ്പോഴും PSC കോഴ എന്നുള്ള വാക്കുകളെ മിണ്ടുന്നില്ല. PSC കോഴയിന്മേലല്ല, പകരം പാർട്ടിക്ക് കളങ്കമുണ്ടാക്കി, പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ആ യോഗ തീരുമാനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ പ്രമോദ് കോട്ടുളി മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ വന്നു. CPM-നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ തന്നെയാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. താൻ ഇതാ പരാതിക്കാരുടെ വീട്ടിലേക്ക് സമരത്തിന് പോകുന്നു, അമ്മയും മകനും തൻ്റെ കൂടെയുണ്ട്, താൻ ഇത്തരത്തിൽ പണം വാങ്ങിയെങ്കിൽ ആര് പണം തന്നു, ആർക്ക് പണം കൈമാറി എന്നതടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം, തന്നെ ഇതിലേക്ക് കുടുക്കാൻ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്, ആ പേരുകൾ താൻ വരും ദിവസങ്ങളിൽ പറയും എന്നുള്ളത്. CPM കടുത്ത പ്രതിരോധത്തിലാകുക തന്നെയാണ് ഇനി. കാരണം പ്രമോദ് കോട്ടുളി ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തുകയാണെങ്കിൽ, അതല്ല ഈ കേസ് ഏതു രീതിയിലാണോ ഒതുക്കി തീർത്തത് അതുപോലെ പ്രമോദ് കോട്ടുളിയുടെ നാവ് മടപ്പിക്കുകയാണെങ്കിൽ, വായു മടപ്പിക്കുകയാണെങ്കിൽ ഇതിലൊന്നുമില്ലാതെ പോകും. CPM ഒരു പരിധിവരെ വിജയിക്കും. അങ്ങനെയാണോ? അതുതന്നെയായിരുന്നോ CPM-ന്റെ തന്ത്രവും? നാളിതുവരെ ഇതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഏരിയ കമ്മിറ്റിക്കോ ജില്ലാ കമ്മിറ്റിക്കോ സംസ്ഥാന കമ്മിറ്റിക്കോ ഇങ്ങനെ ഒരു പരാതിക്കാരൻ നൽകിയിട്ടില്ല. അദ്ദേഹം എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചു, അത് പ്രമോദ് കോട്ടുളി വാങ്ങിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു പരാതി ഒരു കമ്മിറ്റിക്കും കിട്ടിയിട്ടില്ല. ഒന്നത്. രണ്ട്, ഈ പ്രമോദ് കോട്ടുളിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇത് അവിടെ ചർച്ച ചെയ്തിട്ടില്ല. ഒരു പരാതി കിട്ടാത്തിടത്തോളം കാര്യം അങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യവുമില്ല. പിന്നെ പ്രമോദ് കോട്ടുളിക്കെതിരെ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന് പാർട്ടി ജില്ലാ കമ്മിറ്റി കൂടുകയും നടപടിയെടുക്കുകയും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രമോദ് കോട്ടുളിക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല, സസ്പെൻഡ് ചെയ്യുകയല്ല ചെയ്തത്. അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കുകയാണ് ചെയ്തത്. പിന്നെ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ, ഒന്ന്, പിന്നെ ജോർജ് സാർ പറഞ്ഞു വിശ്വാസയോഗ്യമായ തെളിവുകൾ കിട്ടിയത്. എന്ത് തെളിവുകളാണ് കിട്ടിയത്? ഈ പരാതിക്കാരൻ ഞാൻ പ്രമോദ് കോട്ടുളിക്ക് എനിക്ക് PSC നമ്പർ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് 22 ലക്ഷം രൂപ വാങ്ങിച്ചു എന്ന പരാതിയുള്ളൂ. ആ പരാതി പാർട്ടിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ പോലീസ് ചോദ്യം ചെയ്തു. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം വ്യക്തമായി മൊഴി കൊടുത്തിട്ടില്ല. പോലീസിലൊരു പരാതിക്കാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് അന്വേഷിച്ചെന്ന്, പരാതി കൊടുക്കാതെയാണ് പോലീസ് അന്വേഷിക്കാൻ ചെന്നത്. അങ്ങനെ പോലീസ് അന്വേഷിക്കാൻ ചെന്നു, അങ്ങനെ വ്യക്തമായ ആരുടെ പേര് പറയുകയോ അങ്ങനെ പരാതി ഉള്ളതായിട്ട് പറയുകയോ അങ്ങനെ മൊഴി കൊടുക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ കൊടുക്കുമ്പോഴാണ് പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ആ പരാതിക്കാരന് പ്രത്യേകിച്ച് വ്യക്തമായിട്ടൊരു പരാതി വേണം. പിന്നെ രാംകുമാർ സാറ് അദ്ദേഹം വളരെ കുറച്ച് കാര്യങ്ങൾ ആന്റി കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. ഇവിടെ ഹെൽത്ത് മിനിസ്റ്ററുടെ കേസ് ഇത് രണ്ടും രണ്ടാണ്. ഹെൽത്ത് മിനിസ്റ്ററുടെ PA സാറ് പറഞ്ഞതുപോലെയല്ല എന്റെ കറക്റ്റ് കാര്യങ്ങൾ. ഹെൽത്ത് മിനിസ്റ്ററുടെ PA പേര് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണിച്ചു, അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ വരെ കൊടുത്തു. ഈ 3 കാര്യങ്ങൾ കൊടുത്താണ് ആ കേസിൽ നിലവിലുള്ള പ്രതികൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് അദ്ദേഹമായിട്ട് ബന്ധമുണ്ട്, മൊബൈൽ നമ്പർ കൊടുത്തു, അങ്ങനെ അവരുടെ കയ്യിൽ കാശ് വാങ്ങിച്ചു. അപ്പോൾ ഹെൽത്ത് മിനിസ്റ്ററുടെ PA എന്ന് പറയുമ്പോൾ അദ്ദേഹം പബ്ലിക് സർവന്റ് ആണ്. അദ്ദേഹത്തിനെതിരെ ഒരു ഇഷ്യൂ വന്നാൽ അത് ആന്റി കറപ്ഷന്റെ പരിധിയിൽ വരും. അപ്പോൾ അതുകൊണ്ട് പാർട്ടി അത് അന്വേഷിക്കുകയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. അപ്പൊ അത് ഇതും തമ്മിൽ യാതൊരു വിധമായ ബന്ധവുമില്ല. ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് പ്രമോദ് കോട്ടുളി എന്ന് പറയുന്ന ആൾ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം പബ്ലിക് സർവന്റ് അല്ല, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ല. അപ്പോൾ അദ്ദേഹത്തിനെതിരെ പണം കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ആന്റി കറപ്ഷന്റെ പരിധിയിൽ വരുന്നതല്ല. ആന്റി കറപ്ഷനായിട്ട് നിൽക്കത്തില്ല. ഉദ്യോഗസ്ഥരോ അതുപോലെ ബന്ധപ്പെട്ടവരോ ജനസേവകരോ ഒക്കെ ആയിരിക്കണം അതിൽ വരുന്നത്. ഇവരാരും ആ പരിധിയിൽ വരുന്നവരല്ല. അപ്പൊ ഇവിടുത്തെ പ്രശ്നം അവർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇതിനകത്ത് പാർട്ടിക്ക് നാളിതുവരെ പരാതി കിട്ടാതിരിക്കുകയും ആ പാർട്ടി അങ്ങനെ ഒരു പരാതിയെക്കുറിച്ച് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഈ പരാതിക്കാരൻ നാളിതുവരെ ഒരു പരാതി എഴുതി കൊടുക്കുകയോ അല്ലെങ്കിൽ പരാതി പാർട്ടിയുടെ നേതാക്കന്മാരോട് പറയുകയോ ചെയ്തിട്ടില്ല. പിന്നെ ചില ഉന്നതന്മാർക്ക്. ശരി, ശ്രീ ബൽദേവ്, ഇത് തന്നെയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയും പറഞ്ഞത്. നാളിതുവരെയായി ഒരു പരാതിയും ലഭിച്ചില്ല എങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്തിന് പ്രമോദ് കോട്ടുളിക്കെതിരെ നടപടിയെടുത്തത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി ആരോഗ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് PA ഫോൺ കാണിച്ചെന്ന്. പ്രമോദ് കോട്ടുളിയും
പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ റിയാസിന്റെ പേര് ഉപയോഗിച്ച് തന്നെയാണ് ഈ സ്വാധീനം സൃഷ്ടിച്ചത് പ്രമോദ് കോട്ടുളി എന്നുള്ളതും പരക്കെ അറിഞ്ഞ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇതിലെങ്ങനെയാണ് രാഷ്ട്രീയ പിൻബലമില്ല അല്ലെങ്കിൽ പ്രമോദ് കോട്ടുളിയിൽ മാത്രം ഈ അഴിമതി ഒതുങ്ങും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ റിയാസിന്റെ പേര് ആര് പറഞ്ഞു? ഞങ്ങളാരും കേട്ടിട്ടില്ല. പിന്നെ മാധ്യമങ്ങള് കോഴിക്കോട്ട് നിന്നുള്ള ഇപ്പോൾ ചാനലിൽ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഒരു ഉന്നതൻ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു റിയാസിന്റെ പേര്? ഈ പരാതിക്കാരൻ പറഞ്ഞു റിയാസിന് കൊടുക്കാൻ വേണ്ടി പണം വാങ്ങിച്ചാന്ന്. ഇത് നിങ്ങളുടെ സൃഷ്ടിയല്ലേ? കോഴിക്കോടുള്ള ഉന്നതൻ എന്ന് പറയുമ്പോൾ അവിടെ നിന്നുള്ള മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ പേര് നിങ്ങൾ സൃഷ്ടിക്കുന്നു. പരാതിക്കാരൻ നാളിതുവരെ മുഹമ്മദ് റിയാസിന്റെ പേരോ പാർട്ടിയിലെ ഉന്നതരുടെ പേരോ ജില്ലാ സെക്രട്ടറിയുടെ പേരോ ഒരു നേതാവിന്റെയും പേര് പറഞ്ഞിട്ടില്ല. എന്റെ കയ്യിൽ നിന്ന് പ്രമോദ് കോട്ടുളി പണം വാങ്ങിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. PSC നമ്പർ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അല്ലാതെ ഇത് നേതാവിന് കൊടുക്കാനാണെന്നോ പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് കൊടുക്കാനാണെന്നോ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് കൊടുക്കാനാണെന്നോ റിയാസിന് കൊടുക്കാനാണെന്നോ പറഞ്ഞത് ആര് പറഞ്ഞു? ഇന്ന് വരെ ഒരു പരാതിക്കാരനും ഇതായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ സ്വയം മാധ്യമങ്ങൾ സ്വയം ഒരു കഥ സൃഷ്ടിച്ചു. അങ്ങനെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയ കമ്മിറ്റി മെമ്പറെ കൊണ്ടൊരു PSC നമ്പർ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് അവിടെ നിന്നുള്ള അതെ, അവിടെ തന്നെയാണ് സാമാന്യ ചോദ്യവും ഉയരുന്നത്. ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന് CITU ഭാരവാഹിക്ക് പ്രമോദ് കോട്ടുളിക്ക് ഇത്തരത്തിൽ PSC അംഗത്വം വാങ്ങിക്കൊടുക്കാൻ സാധിക്കുമെന്നുള്ള ഉറപ്പില്ലാതെ ഈ ദമ്പതികൾ കാശ് കൈമാറേണ്ട കാര്യമില്ലതോ? കാരണം ലക്ഷങ്ങളാണ് അവർക്ക്. അപ്പോൾ ഈ പ്രമോദ് കോട്ടുളിക്ക് മുകളിൽ ഭരണത്തണലിൽ ഇരിക്കുന്നവർ ഉണ്ട്, തങ്ങൾക്ക് അതിന്റെ പിൻബലം കിട്ടും എന്നുള്ള ഒരു ഉറപ്പുണ്ടായതുകൊണ്ട് തന്നെയല്ലേ ആ നീക്കത്തിലേക്ക് നടന്നത്. പിന്നെ പരാതിക്കാരില്ല, പരാതിയില്ല എന്നൊക്കെ ഉള്ളത് ഏതു രീതിയിലാണ് പാർട്ടി തന്നെ അടിച്ചമർത്തുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ ഇതൊരു പക്ഷേ വെളിച്ചം കാണാത്ത ഒരു അന്വേഷണമായി തന്നെ പോകാനും സാധ്യതയുണ്ട്. കാരണം ഈ കൈമാറിയ തുകയൊക്കെ 22 ലക്ഷം തിരികെ കൊടുത്തു എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇനി പരാതിക്കാരൊന്നും ഒരുപക്ഷെ പൊതുസമൂഹത്തിലേക്ക് വരില്ല. പക്ഷേ പാർട്ടി അച്ചടക്ക നടപടി പാർട്ടിയുടെ അച്ചടക്ക നടപടിക്കേറ്റ പ്രഹരം എന്നുള്ള രീതിയിൽ പ്രമോദ് കോട്ടുളിക്കെതിരെ ഒരു നടപടി എടുക്കുമ്പോൾ സാമാന്യ ബുദ്ധിക്ക് എന്തുകൊണ്ടാണ് തങ്ങൾ ഈ നടപടി എടുക്കുന്നത് എന്നെങ്കിലും പറയാനുള്ളൊരു ബാധ്യതയില്ലേ? വെറുതെ ഒരാൾ അച്ചടക്ക ലംഘനം നടത്തി തങ്ങളുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് അയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയുമോ? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കോൺഗ്രസോ BJP ഒന്നും അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധീകരിക്കുന്ന ആളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പാർട്ടിക്കകത്താണ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. പാർട്ടി സെക്രട്ടറികൾ അതിന്റെ അത് തന്നെയാണ് ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ വിഷയവും. പാർട്ടിക്കകത്ത് തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, പാർട്ടിക്കകത്ത് തന്നെ അന്വേഷണം നടത്തുന്നു, പാർട്ടി തന്നെ ഒടുവിൽ വിധിക്കുന്നു ഏത് രീതിയിൽ വേണമെന്നുള്ളത്. താങ്കളിലേക്ക് എത്താം.